സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. കാട്ടാനയുടെ മുന്നിൽ നിന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതെന്ന് ജവാൻ ശരത് A+ വിഷനുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ രാത്രി 10 മണിയോടെ വീടിന് 50 മീറ്റർ മാത്രം അകലെ വെച്ചാണ് ബൈക്കിൽ വരികയായിരുന്ന ശരത് കാട്ടാനയ്ക്ക് മുന്നിൽ പെട്ടത്. പെട്ടെന്ന് ആനയെ കണ്ടതോടെ ബൈക്ക് ഓഫായി. പിന്നെ ബൈക്കിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ശരത് പറഞ്ഞു. ഇവിടെ നമ്മൾ തിരിഞ്ഞോടുന്നുണ്ട്, അതായത് വളവിൻ്റെ തിരിയുന്ന സ്ഥലത്ത് പെട്ടെന്ന് ആനകൾ ഒളിച്ചിരിക്കുന്നു. ഞാനത് കണ്ട് പെട്ടെന്ന് നമ്മൾ മുന്നിൽ കയറുമ്പോൾ വണ്ടി തിരിക്കല ഗ്യാപ്പില്ല. അപ്പോൾ വണ്ടി തിരിക്കല ഗ്യാപ്പില്ലാത്ത വണ്ടി ഓഫായി. വണ്ടി അവിടെ ഇട്ട് തിരിച്ച് മെയിൻ റോഡിലേക്ക് ഓടി. അങ്ങനെ പിന്നെ കുറച്ച് അവിടെ 2-3 ആൾക്കാരുണ്ട്, നമ്മളെ അയൽക്കാരുണ്ട്. ഓനെ വിളിച്ച് വന്ന് ലൈറ്റൊക്കെ അടിച്ച് നോക്കി. പിന്നെ ആന പുഴൻ്റെ ആ സൈഡിലേക്ക് ഇറങ്ങിയിട്ട്, അല്ലാതെ പുഴയ്ക്ക് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ അപ്പം തന്നെ ആറാട്ടിക്കാരെ വിളിച്ചു, ഫോറസ്റ്റുകാരെ വിളിച്ചു. അപ്പോൾ ആറാട്ടിക്കാരൻ പെട്ടെന്ന് വന്ന് പടക്കം പൊട്ടിച്ചു. അപ്പോൾ അങ്ങനെയായിട്ട് പടക്കം പൊട്ടിക്കുന്ന ഒരാളുടെ ഉണ്ടായിരുന്നു. പടക്കം പൊട്ടിച്ച് കുറച്ച് അപ്പോഴാണ് പുഴയ്ക്ക് ഇറങ്ങി അങ്ങോട്ട് പോയത്, അപ്പുറത്തേക്ക് പോയത്. പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടിയിട്ട് ഇവിടെ പെട്ടെന്ന് ആന കണ്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കില്ല. നമ്മൾ ഒളിച്ച് നിന്ന് പെട്ടെന്ന് നമ്മൾ മുന്നിൽ കയറുമ്പോൾ നമ്മൾ വണ്ടി തിരിക്കലേ ഗ്യാപ്പില്ല. അപ്പോൾ നമ്മൾ വണ്ടിയായിട്ട് ഇങ്ങനെ തിരിഞ്ഞു ഓടി. ഇതിന് വണ്ടി ഫോണിലാണ് ചാർജും ഇല്ല, നല്ല മഴയുണ്ട്, നമ്മൾ കാണും. ഇവിടെ ഒന്നാമത് ആന ഇങ്ങനെ മുന്നേ ഇതുപോലെ ഇങ്ങനെ കുറേ വിഷയം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആൾക്കാരൊക്കെ വന്ന് ഇതേമാതിരി കുറേ ആൾക്കാർ ഇതിന് മുന്നിൽ പെട്ടിട്ടുണ്ട്. നാളെ ഇതേമാതിരി ഒരു 12 ആൾ രാവിലെയാണ്, അത് രാവിലെ 7 മണി നേരത്ത് വിളിച്ചിരുന്ന നേരത്ത്, ആ നേരത്തും കൂടി ആനയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒരു കാര്യമുണ്ട്, അത് കുറേ പറയുന്നത്. അത് നമുക്ക് ആക്ഷൻ, നമ്മൾ മെമ്പറോട് പറഞ്ഞപ്പോൾ നമ്മൾ ആക്ഷൻ എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇവിടെ നമ്മൾ മെയിൻ റോഡിൽ കൂടെ സ്ട്രീറ്റ് ലൈറ്റ് പോകുന്നുണ്ട്. അത് ഇവിടെ ഒരു 4-5 ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിലൊന്നും പ്രശ്നമുള്ളൂ. അതിനൊക്കെ എന്താ വേണ്ട നടപടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മെമ്പറോട് സംസാരിച്ചപ്പോൾ അങ്ങനെയൊക്കെയാണിത്. ഇപ്പോൾ ഇവിടെ 4-5 വീട് ആൾക്കാരുണ്ട്, എന്ന് രാവിലെ വെട്ടാൻ പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരും പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. എന്ന് രാവിലെ നേരം വൈകി വരുന്ന ആൾക്കാരുണ്ട്, രാത്രി 2 മണി 3 മണി. ആ നേരത്തെ ലീവിന് വന്നാവും. ഞാൻ ട്രെയിനിയാണ്, ഞാൻ ലീവിന് വന്നതാണ്. ഞാനിപ്പോൾ ഇത് 4 മാസത്തേക്ക് ട്രെയിനിങ് ബാക്കിയില്ല. അതിനിപ്പോൾ ഞാൻ ഈ ആഴ്ച പോകും, ശനിയാഴ്ച പോകും. പിന്നീട് സമീപവാസികളെ വിവരമറിയിച്ചു. വനം RRTയും സ്ഥലത്തെത്തിയാണ് കാട്ടാനയെ ഓടിച്ചത്. ഈ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് പരിഹാരമുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. A+ വിഷൻ, ചാലിയാർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈ വേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.